ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ തമിഴ്നാട്ടിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് സെന്ററിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പൊസിഷൻ നോക്കുകയാണെങ്കിൽ അഡ്വൈസർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഹെൽത്ത് ആൻഡ് അനലിറ്റിക്സിലെ അഡ്വൈസർ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. സോ ലൊക്കേഷൻ നോക്കാം, ചെന്നൈ തമിഴ്നാടാണ് ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് ചീഫ് അഡ്വൈസറിലേക്കാണ്. സോ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മിഷൻ ഡയറക്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ തമിഴ്നാട്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്നതിന് ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസിന് ആവശ്യമാണ്. സോ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഹെൽത്ത് ഇൻഫർമേറ്റിക്സ്, അതുപോലെ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം, ഹെൽത്ത് മാനേജ്മെന്റ്, ഈ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഹെൽത്ത് ഡിസിപ്ലിൻസിലുള്ളവർക്ക് ഇതിലൊക്കെ അപ്ലൈ ചെയ്യാം. മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഡാറ്റാ സയൻസ്, ഹെൽത്ത് ഇൻഫർമേറ്റിക്സ് വിത്ത് ഡെമോൺസ്ട്രേറ്റഡ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ഹെൽത്ത് സിസ്റ്റം എന്നും പറയുന്നുണ്ട്. സോ ഈ രണ്ട് ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ആവശ്യമാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് 10 വർഷത്തെ ഉണ്ടായിരിക്കണം. അത് ഡിജിറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അനലിറ്റിക്സ് അല്ലെങ്കിൽ ടെക്നോളജി എനേബിൾഡ് ഹെൽത്ത് പ്രോഗ്രാംസ് 10 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. മാക്സിമം 65 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പീരീഡ് ഓഫ് ടെൻഡർ വരുന്നത് 11 മാസത്തേക്കാണെന്ന് ഓർത്തിക്കുക. നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് അവർ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം റെമ്യൂണറേഷൻ സാലറി നോക്കുവാണെങ്കിൽ നിങ്ങളുടെ സീനിയോറിറ്റി അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സാലറി അവർ നിശ്ചയിക്കുന്നതെന്നും പറയുന്നുണ്ട്. സോ ഇതാണ് മെയിൻ ഇതിനകത്ത് പറയാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ തമിഴ്നാട്ടിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ. താങ്ക് യു.